പോക്കൊരു പശപ്പശിന് പോക്ക്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഈ പോകുന്ന പോക്കൊരു വാർത്തയായിട്ട് പത്രത്തിൽ വന്നാലേ നാണക്കേട് നമുക്ക് മാത്രമല്ല ഈ കരയ്ക്ക. പറഞ്ഞത് ശരിയാ കേട്ടോ. കുഞ്ഞിക്കണ്ണ നീ ഇങ്ങോട്ട് മാറി. എടാ സത്യം പറഞ്ഞോ, ഇല്ല നിന്നെ കൊന്ന് ഈ ആറ്റിട്ടാണ്. ചേട്ടാ മുഖത്തിരിക്കില്ലേ? നീ എവിടെയുള്ളടാ? ഞാൻ ആലപ്പുഴ ഉള്ളേ. അപ്പൊ ഇപ്പോൾ എവിടുത്തേടാ? ഇവിടെ ഉള്ളേ. നീ ഏതാ അവിടെ ഒരു ഒളിച്ചോട്ടം? എടാ കൊച്ചാ, അവിടെ മുഖത്തെ തുണിയൊന്ന് മാറ്റിക്കോ. ഇവിടെ ഏതാന്ന് അറിയണമല്ലോ. നിങ്ങൾ തന്നെ എടുക്കാൻ പോകും. ഇവിടെ മതവികാരം വ്രണപ്പെടും കേട്ടോ. നമ്മുടെ കയ്യിലെങ്ങും നിൽക്കില്ല. കത്ത് ഇവിടെ കിടന്ന് ഈ നാട് കത്ത്. എന്നാൽ ഇത് ആരാന്ന് അറിയണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഇത് നമ്മുടെ വാലുപറമ്പിലെ മജീദിക്കാടെ മോളാ. മജീദിക്കാടെ മോളോ? നിനക്ക് അങ്ങനെ അറിയാം? നമ്മുടെ ഈ നാട്ടിൽ ഇതേ കുപ്പായിട്ട് നടക്കുന്ന ഒറ്റ പെങ്കച്ചേ ഉള്ളൂ. അത് മജീദിക്കാടെ മോള് ഈ ഖദീജ. ആരാണായാലും എന്റെ പഞ്ചായത്തിൽ ഇമ്മാതിന് തെമ്മാടിത്തരം ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. എടാ സുല്ല പോലീസിനെ വിളിക്കടാ. നീ പേടിക്കണ പോലെ ഞാനുണ്ട്. എന്താ സദാചാര പോലീസുകാർ കളിക്കുന്നത്? എടാ പ്രായപൂർത്തിയായ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കുന്ന നിനക്കൊക്കെ എന്നാ ചൊറിയുന്ന? എന്നാലും അതാണ് എന്റെ സണ്ണിക്ക്. അതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് 21-ാം നൂറ്റാണ്ട് അറിയാമോ? എടാ ഈ നിൽക്കുന്ന പെൺകുച്ചിനെ ഭാര്യയായി സ്വീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് സമ്മതമാണ്? സമ്മതമാണ്. എടി മോളെ, ഈ നിൽക്കുന്ന യുവാവിനെ കല്യാണം കഴിച്ച് ഭർത്താവായി സ്വീകരിച്ച് അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് നിനക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിനക്ക് സമ്മതമാണ്? പിന്നെ ആർക്കാണ് ഇത്ര സൂക്കേട്? എടാ മോനെ, നിനക്കൊരു കുഞ്ഞൊക്കെ ആകുമ്പോ ഇതെല്ലാം ശരിയാവും. നീ ജീവിച്ച് കാണിച്ചു കൊടു. ചെല്ലടാ ചെല്ല്, ജീവിച്ച് കാണിച്ചു കൊടു, ചെല്ല്. എടാ നോക്കി